ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയും ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 5 സിനിമകളുടെ അപ്ഡേറ്റുകൾ മാത്രമേ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. അതുകൂടാതെ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ഒരു ദിവസം മുന്നേ നമുക്ക് കാണാൻ പറ്റുന്നുള്ള ഒരു സംഭവമാണ്. എങ്ങനെയൊക്കെയാണ് നോക്കാം നമുക്ക്. അപ്പം രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ കാര്യം നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് രേഖാചിത്രം അനശ്വരാജനും ആസിഫ് അലിയും പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ മൂവിയായിരുന്നു. ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ ആദ്യത്തെ സിനിമ കൂടിയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സോണി ലീവാണ്. സോണി ലീവിൽ സാധാരണ സോണി ലീവിൽ അവർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാർച്ച് മാസം 7-ാം തീയതിയാണ്. അപ്പോൾ റിലീസ് ഡേറ്റ് അവർ സോണി ലീവിന്റെ ഭാഗത്തു നിന്ന് ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവർ ഒരു ദിവസം മുന്നേ ഈ സിനിമ സാധാരണ ആ സിനിമകളൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം 7-ാം തീയതിയല്ല 6-ാം തീയതി തന്നെ റിലീസ് ചെയ്യുന്നതാണ്. 6-ാം തീയതി ഒരു വൈകുന്നേരത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. പിക്ചർ ദിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാർച്ച് മാസം 6-ാം തീയതിയാണ് ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു തമിഴ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഭാഗത്തുപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഐശ്വര്യ രാജേഷും കതിരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സുയൽ ദ വോർട്ടെക്സ് എന്ന സീരീസിന്റെ 2ാമത്തെ സീസൺ. അപ്പോൾ ഈ ഒരു തമിഴ് സീരീസ് ആമസോൺ പ്രൈമിൽ ഫെബ്രുവരി മാസം 28-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് ഭാഷ കൂടാതെ മറ്റ് ഭാഷകളിലും റിലീസ് ചെയ്യുന്നതാണ്. അതായത് മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസ് തന്നെയാണ്, ഒരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സീരീസ്. നീരജ് മാധവനും അജു വർഗീസും ഗൗരിജി കിഷൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സീരീസ് ആണ്. ഫെബ്രുവരി മാസം 28-ാം തീയതി തന്നെയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നത്. മലയാളം ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഉൾപ്പെടെ 7 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പ്രദീപ് രംഗനാഥനും അനുഭവ പരമേശ്വരനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ ഡീറ്റെയിൽസ് സ്വന്തമാക്കിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സിനിമകൾക്കാണ് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.